കോഴിക്കോട്ടെ ഇടത് കൈകൊണ്ടെഴുതുന്ന ഒരു 1-ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകർ വലത് കൈകൊണ്ടെഴുതാൻ നിർബന്ധിച്ചുവെന്ന് പരാതി ഉയർന്നിരിക്കുന്നു. സ്കൂളിൽ ഇടത് കൈകൊണ്ടെഴുതാൻ ഒരു വിദ്യാർത്ഥിയും അനുവദിക്കില്ലെന്ന് അധ്യാപകർ പറഞ്ഞതായിട്ടാണ് രക്ഷിതാക്കൾ പരാതി പറയുന്നത്. വിഷയത്തിൽ രക്ഷിതാക്കൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു. കോഴിക്കോട് കുളങ്ങരപ്പീടികയിലെ ആക്സന്റ് ഇംഗ്ലീഷ് സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ കുട്ടി എഴുതുന്നത് ഇടത് കൈകൊണ്ട്. തന്റെ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള കുട്ടികൾ വേണ്ടെന്നും വലത് കൈകൊണ്ട് എഴുതാൻ നിർബന്ധിക്കുന്നുവെന്നുമാണ് ആരോപണം. ലെഫ്റ്റ് ഹാൻഡാണ് കംഫർട്ട്, അത് തുടർന്ന് പോയിക്കോട്ടെ, കാരണം മകനും അങ്ങനെയാണല്ലോ, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരെ കംഫർട്ട് ഏതാണോ അതിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിയത് മുതൽ വല്ലാതെ കുട്ടീനെ വലത് കൈ കൊണ്ട് എഴുതാൻ വേണ്ടി നിർബന്ധിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോർച്ചറിങ്ങിൽ കുട്ടിക്ക് രാവിലെ സ്കൂളിൽ പോകാനും ഭയങ്കര ബുദ്ധിമുട്ട്. കുട്ടി രാവിലെ എണീറ്റിട്ട് വരുന്നില്ല. 1-ാം ക്ലാസ് 6 വയസ്സുള്ള കുട്ടിയല്ലേ. കുട്ടി മാം ചീത്ത പറയും, വലത് കൈ കൊണ്ട് എഴുതിയിട്ടില്ലെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ് കരയാ. സ്കൂളിലെത്തിയ അധ്യാപകരോട് സംസാരിച്ച് ധാരണയായെങ്കിലും വീണ്ടും ഇടതു കൈ കൊണ്ട് എഴുതുന്നത് അധ്യാപകർ വിലക്കി. കുട്ടിക്ക് യൂണിഫോം പോലും കാണുമ്പോൾ പേടി, സ്കൂളെന്ന് കേൾക്കുമ്പോൾ ഉറക്കെ കരയും. വിഷയം ചൂണ്ടിക്കാട്ടി അധ്യാപികയെ സമീപിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെ: 3 പ്രാവശ്യം വൈഫ് വന്നിട്ട് ഈ ഒരു കാര്യം ലെഫ്റ്റ് റൈറ്റ് സംസാരിച്ചു പോയി. എന്തിനും പറയുന്നു. പിന്നെ സംസാരിക്കുന്നത് ഞങ്ങൾ ഇനി സ്കൂളിൽ പോകില്ല, ആ സ്കൂളിലേക്ക് ഇനി പോകില്ല. മാം പിന്നെ എന്നെ വലത് കൈ കൊണ്ട് എഴുതിപ്പിച്ചു. എന്നിട്ട് എനിക്ക് കൈ വേദനിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണു. അതുകൊണ്ട് എനിക്ക് വലത് കൈക്ക് വേദനിക്കുന്നു, അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് കളവ് പറഞ്ഞിട്ടാണ് എന്നെ പിന്നെ ഇടത് കൈ കൊണ്ട് എഴുതിച്ചതെന്ന് പറഞ്ഞു. മറ്റു കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ വലത് കൈ കൊണ്ട് ഏതാണെങ്കിൽ അനുവദിക്കുകയുള്ളൂ, പറ്റില്ലെങ്കിൽ നിങ്ങൾ TC മേടിച്ച് പോയിക്കോളൂ. സംഭവത്തിൽ രക്ഷിതാവ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകി. കുട്ടിയുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ ഇവർക്കൊപ്പം സംഘടന യുണൈറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം എന്നുള്ള രീതിയിൽ ഇവർക്കൊപ്പം ഉണ്ടാവും. ആരോപണത്തിൽ സ്കൂളോ അധ്യാപികയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സ്കൂളിലെത്തി വിശദമായ അന്വേഷണം നടത്താനാണ് CWC തീരുമാനം.